ശ്രീ വിനോദ് കുമാർ, അപ്പോൾ ചന്ദ്രൻ നമുക്ക് 27 നക്ഷത്രങ്ങളുണ്ട്. 27 നക്ഷത്രങ്ങൾ 12 മാസം. അപ്പോൾ 27 നക്ഷത്രങ്ങളെ 12 ഗുണിക്കുമ്പോൾ നമ്മൾക്ക് 324 കിട്ടുന്നത്. ആ 324 എന്ന സംഖ്യയെ ഒരു വർഷത്തിൽ ആകെയുള്ള ദിവസങ്ങളുടെ സംഖ്യയായ 365 നിന്ന് കുറച്ചാൽ നമുക്ക് കിട്ടുന്ന 41. അപ്പോൾ ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും അതിനേക്കാളും ശ്രീ ഹരിപത്മനാഭത്തിന് അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ചന്ദ്രൻ്റെയും സൂര്യയും നിലയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ജ്യോതിഷവും ബാക്കി കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്നത്. അപ്പോൾ ഈ 41 ദിവസം നമ്മുടെ ആര്യരും കയ്യിലല്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഭക്തിപൂർവ്വം ഒരു ഭഗവാന്റെ അടുത്ത് സറണ്ടർ ചെയ്യുക, അവിടെ കീഴ്പ്പെട്ട് അവിടെ പ്രാർത്ഥിക്കുക, ആധ്യാത്മിക രീതിയിലുള്ള ജീവിതം നയിക്കുക എന്നാണ് ഒറ്റൊരു പോംവഴി. അതുകൂടാതെ നമ്മളെ ആയുർവേദത്തിൻ്റെ ഭിഷഗ്വരന്മാരൊക്കെ പറയാറുണ്ട്, 41 ദിവസം കഴിയുമ്പോൾ 1-2 കോശങ്ങളെങ്കിലും നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടും. മാത്രമല്ല ഈ 41 ദിവസം ഒരു പ്രത്യേക രീതി നമ്മൾ അനുവർത്തിച്ച് വരിക. പ്രത്യേക രീതി എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഉദ്ദേശിച്ച വ്രതമാണ്. അത് വ്രതമല്ലാതെ ഏത് രീതിയും നമ്മൾ 41 ദിവസം അനുവർത്തിച്ചാലും അത് നമ്മുടെ ജീവിതത്തിൽ പിന്നേക്കുള്ള ഭാഗത്തേക്ക് അത് ഭാഗഭാക്കാകും എന്നാണ് ആയുർവേദത്തിൻ്റെ ആചാര്യന്മാർ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ വ്രതശുദ്ധിയുടെ ഈ ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഒരു തത്വം തന്നെ നല്ലൊരു വ്യക്തിയെ വാർത്തെടുക്കുക എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് കാട്ടിത്തന്ന വഴിയാണ്. ഇന്നത്തെ മോഡേൺ രീതിയിൽ, ആധുനിക രീതിയിലാണെങ്കിൽ ഇതിനെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയും. പക്ഷേ അതുകൂടാതെ അത് ഈ ആധുനിക കാലത്ത്, പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ആചാര്യന്മാർ, ഭാരതീയത്തിലെ ഋഷീശ്വരന്മാരും മറ്റു ആചാര്യന്മാരും നമുക്ക് പറഞ്ഞു തന്ന രീതിയാണ്. അത് ഭാരതീയ തത്വശാസ്ത്രങ്ങളുടെ ആർഷഭാരത സംസ്കാരത്തിൻ്റെ ഓരോ എലിമെൻസും തന്നെയാണ് ശബരിമല തീർത്ഥാടനത്തിൽ നമ്മൾ അനുവർത്തിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഈ 41 ദിവസത്തെ വ്രതം എന്ന്. ഈ 41 ദിവസത്തെ വ്രതം എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ വ്രതമാണ്. അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് ബ്രഹ്മചര്യ വ്രതം, പിന്നെ ഏറ്റവും അതിരാവിലെ എഴുന്നേറ്റ് കുളിക്കുക, കഴിയുന്നതും ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഒരു 3:30 3:40 സമയത്ത് കുളിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ അത് പറയുമ്പോൾ ഒരു പ്രത്യേക കാര്യം നമുക്ക് ഇന്നത്തെ ഈ ഒരു സമയത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. കാരണം ഇന്ന് പലരും എഴുന്നേൽക്കുന്നത് സൂര്യൻ നമ്മളെ വീട്ടിലെത്തിയിട്ട് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച ശേഷമാണ്. പക്ഷേ അങ്ങനെയല്ല, ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ അല്ലെങ്കിൽ ഉദയത്തിന് മുമ്പ് തന്നെ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ നിത്യജീവിതത്തിലേക്ക് നമ്മൾ പ്രവർത്തിക്കണം എന്നൊരു തത്വം നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ തത്വം തന്നെയാണ് ശബരിമലയിലെ 41 ദിവസത്തെ നമ്മൾ പ്രകടമാക്കുന്നത്. കാരണം നമുക്ക് ഉണർന്ന് എഴുന്നേക്കാനുള്ള സമയമാണ് പ്രഭാതം. നമ്മൾ ആധുനിക രീതിയിൽ, ആധുനിക ശാസ്ത്രത്തിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ തന്നെ സിർക്കാഡിയൻ സൈക്കിൾ എന്നൊരു സൈക്കിൾ ഉണ്ട്. ആ സിർക്കാഡിയൻ സൈക്കിളിൻ്റെ തത്വം അനുസരിച്ച് നമുക്ക് ഉറങ്ങാനും ഉണർന്നിരിക്കാനും ചില സമയങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ആചാര്യന്മാർ മുമ്പേ പറഞ്ഞു തന്നതനുസരിച്ച് അതിരാവിലെ തന്നെ സൂര്യ ഉദയത്തിന് മുമ്പ് തന്നെ എഴുന്നേൽക്കണം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ കുളിച്ച് ആഹാരം കഴിക്കണം. അത് സൂര്യൻ ഉണ്ടാകുമ്പോൾ മാത്രമേ ആഹാരം കഴിക്കാവൂ. സൂര്യൻ അസ്തമിച്ചാൽ ആഹാരമില്ല, ജലം മാത്രം. അതാണ് പകൽ ആഹാരവും രാത്രി നിഹാരവും എന്നൊരു തത്വമുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഏത് സമയത്ത് നോക്കിയാലും ഏത് കടയുടെ മുമ്പിലും ഹോട്ടലിൻ്റെ മുമ്പിലും അർദ്ധരാത്രിയും 1 മണിക്കും 2 മണിക്കും നമ്മുടെ ആൾക്കാർ ആഹാരത്തിന് വേണ്ടി കൂട്ടം കൂടുന്നത് കാണാം. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളെന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് സ്വായത്തമാക്കേണ്ടി വന്നിരിക്കുന്നു. നമുക്ക് ആരോഗ്യദായകമായ ഓരോ കാര്യങ്ങളാണ് നമ്മുടെ ആചാര്യന്മാർ, ഋഷീശ്വരന്മാർ മുമ്പേ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പോകുമ്പോൾ, പ്രകൃതിയിൽ നിന്ന് വിരുദ്ധമായി പോകുമ്പോൾ, നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്ന മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പോകുമ്പോൾ നമ്മൾ രോഗത്തിന് അടിമപ്പെടുന്നു. ആ രോഗമില്ലാതാക്കാനുള്ള, അരോഗാവസ്ഥയിലുള്ള നമ്മുടെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനുള്ള തത്വങ്ങൾ തന്നെയാണ് ഈ 41 ദിവസത്തിൽ ഉള്ളത്. അതുകൂടാതെ ആ സമയത്ത് അതിന് കുളിക്കുന്നതിൻ്റെ പ്രാധാന്യം പറഞ്ഞു. ഒരു മനുഷ്യ ശരീരത്തിൽ ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ആദ്യം ജലത്തിലാണ് ഉണ്ടാകുന്നത്. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് നമ്മളുണ്ട്. അതിനുശേഷം ജനിച്ചു 99% ആ സമയത്ത് വെള്ളമാണ്. പുറത്തേക്ക് വരുമ്പോൾ പ്രായപൂർത്തിയാകുമ്പോൾ 70% വെള്ളമാകുന്നു. വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അത് 50% കുറയുന്നു. മരിക്കുമ്പോൾ ആ സമയത്ത് ഒരിറ്റ് വെള്ളം കുടിച്ചുകൊണ്ടാണ് നമ്മൾ മരിക്കുന്നത്. അങ്ങനെ വെള്ളവുമായി ജലവുമായി വളരെ അഭേദ്യമായ ഒരു ബന്ധമുള്ള ഒരു ജീവിതചര്യയാണ് രാവിലെ കുളിക്കുക എന്നത് തന്നെ. അതുകൂടാതെ സ്നാനത്തിന് കൂടാതെ നമുക്ക് കളവ് പറയരുത്, കളവ് കേൾക്കരുത്, മോശമായ ആഹാരം, ശുദ്ധമായ ആഹാരം തന്നെ കഴിക്കണം എന്നുള്ള നിശ്ചയമൊക്കെ ഇതിനകത്തുണ്ട്. ശുദ്ധമായ ആഹാരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. സൂര്യനാണ് സകല ഊർജങ്ങളുടെയും ഉറവിടം. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ സസ്യങ്ങൾ പാകം ചെയ്യുന്ന പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയിൽ കൂടി പാചകം ചെയ്യുന്ന സസ്യാഹാരമാണ് ഏറ്റവും ശുദ്ധമെന്ന് വിശ്വസിക്കപ്പെടുന്നു.
കാരണം നമ്മളെ ഭരണഘടന അനുസരിച്ച് ഏത് ഭക്ഷണം സ്വീകരിക്കാൻ നമുക്ക് അധികാരം അവകാശമുണ്ടെങ്കിലും ഏറ്റവും ശുദ്ധമായതെന്ന് പറയുന്നത് സൂര്യനിൽ നിന്ന് നേരിട്ട് ഭക്ഷണം പാകുന്ന ചെടികളാണ്. മാംസാഹാരമാകുമ്പോൾ ചെടികൾ ഭക്ഷണം കഴിച്ചുള്ള രണ്ടാമത്തെ ഒരു ആഹാരമാണ്, ദ്വിതീയ സ്ഥാനത്തുള്ള ആഹാരം. അപ്പം അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. പക്ഷെ ശുദ്ധമായ ആഹാരം എന്ന് പറയുമ്പോൾ ആഹാരം ദഹിക്കുന്നത് ആമാശയത്തിൽ വെച്ചാണ്. ആമാശയവും തലച്ചോറും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്ന് ആധുനിക വൈദ്യശാസ്ത്രം തന്നെ സമ്മതിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് തന്നെ സാത്വികമായ ഭക്ഷണത്തോടു കൂടി സാത്വികമായ ജീവിത രീതി നമ്മൾ സ്വായത്തമാക്കിയിരിക്കണം എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പോൾ ആഹാരത്തിൻ്റെ കാര്യത്തിലായാലും പെരുമാറ്റത്തിൻ്റെ രീതിയിലായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച് കഴിഞ്ഞു. മറ്റുള്ളവരെ സ്വാമി എന്ന് പറയുന്നു. സ്വാമി ഭക്തനായാലും മുദ്ര ധരിച്ചവനായാലും അല്ലെങ്കിലും മുദ്ര ധരിച്ച വ്യക്തിയല്ലാത്ത എല്ലാവരെയും നമ്മൾ സ്വാമിയുടെ നാമധേയത്തിലാണ് വിളിക്കുന്നത്. സ്ത്രീകളാണെങ്കിൽ മാതാക്കളാണെങ്കിൽ നമ്മൾ, കുട്ടികളാണെങ്കിൽ മണികണ്ഠനെന്നും മാളികപ്പുറം ആയിട്ടുള്ള സ്ത്രീകളെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നു. അത് നമ്മൾ പെരുമാറ്റത്തിലുള്ള ഒരു ക്രമീകരണം കൂടിയാണ് വരുന്നത്. കാരണം ചില സമയത്ത് നമുക്കിപ്പോൾ കാണാം, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം കാണാം, എല്ലാവരും വളരെ റെസ്റ്റ്ലെസ് ആണ്, പെട്ടെന്ന് തന്നെ ചൂടാവുന്നതാണ്, കോപിഷ്ഠരാകുന്നതാണ്. പക്ഷെ കോപം തന്നെ അടക്കി വെച്ച് കോപം ഇല്ലാതാക്കണം എന്നൊരു തത്വം കൂടി ഇതിനകത്തുണ്ട്. ശബരിമലയുടെ മുദ്ര ധരിച്ചാൽ സ്വാമിയുടെ മുദ്രയാണ്, സ്വാമി നമ്മുടെ ശരീരത്തിൽ തന്നെ വസിക്കുന്നു എന്നൊരു വിശ്വാസത്തിലും ചിന്തയിലും പ്രവൃത്തിയിലുമാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും മറ്റാരോട് കോപിക്കാൻ പാടില്ല. കോപം എന്ന് പറയുന്നത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, കോപാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമ, സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ, ബുദ്ധിനാശോ പ്രണശ്യതി. കോപം വരുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിഭ്രംശം ഉണ്ടാകുന്നു. ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ അവസ്ഥയിൽ നമുക്ക് ഇല്ലാത്തത് കേൾക്കാം, ഇല്ലത് കേൾക്കില്ല, ഉള്ളത് കാണില്ല, ഇല്ലാത്തത് കാണാം. ഒരുപക്ഷെ ഒരു മയക്കുമരുന്ന് അടിച്ചതെന്ന് ആധുനിക ശാസ്ത്രം പറയുന്ന പോലെ ഒരവസ്ഥയിലേക്ക് വരുന്നു. ആ അവസ്ഥയിലേക്ക് വരുമ്പോൾ ബുദ്ധിഭ്രമം ഉണ്ടാകുമ്പോൾ അത് ഓർമ്മശക്തിയെ ബാധിക്കുന്നു. ഓർമ്മശക്തിയെ ബാധിച്ചാലോ അത് മനുഷ്യനെ തന്നെ ഇല്ലാതാക്കും. അതുകൊണ്ടാണ് ഈ ആധുനിക കാലത്ത് ഡിമെൻഷ്യ എന്ന് പറയുന്നതും ബാക്കി അതിനോടനുബന്ധിച്ചുള്ള അസുഖങ്ങളും. അസുഖത്തിൻ്റെ കൂടുതൽ ക്രൂരമായ വാക്കുകളിലേക്ക് ഞാൻ മനഃപൂർവ്വം പോവാത്തതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മശക്തി ഉൾപ്പെടെ നമ്മൾ പല സിനിമകളിലും ഓർമ്മശക്തി ഇല്ലാത്ത കഥാപാത്രങ്ങൾ ബുദ്ധിമുട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കണം എന്നൊരു സൈക്കോളജിക്കൽ തത്വം കൂടിയാണ്, ഒരു മനഃശാസ്ത്ര തത്വം കൂടിയാണ് ഈ വ്രതനിഷ്ഠകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ. തീർച്ചയായും. അപ്പോൾ എന്താണ് 41 ദിവസത്തെ വ്രതത്തിന്റെ പ്രാധാന്യം എന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഞാൻ എന്തായാലും ഈ രണ്ട് അതിഥികളിലേക്കും വീണ്ടും എത്താം, ചെറിയൊരു ഇടവേള കൂടി എടുത്തതിന് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.